അപ്പോൾ കോൺ വെച്ചിട്ട് നമുക്കൊരു ബേബി മീൽ ഉണ്ടാക്കിയാലോ? ഒരു 6 to 10 months ബേബീസിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഫുഡാണ് കേട്ടോ. നമുക്ക് കോൺ, അതായത് നമ്മളുടെ റോ കോൺ ഉണ്ടല്ലോ, ആ കോൺ വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ക്രീമി ടെക്സ്ചറുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതവിടെ കോണൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പീസസ് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് വെള്ളം വെച്ചിട്ട് പാനിൽ ജസ്റ്റ് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇപ്പോൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ കുറച്ച് ചേഞ്ച് ആയി നല്ലൊരു യെല്ലോയിഷ് കളറായിട്ട് കിട്ടും. നമുക്ക് കണ്ടോ, നല്ല ഗോൾഡൻ കളർ യെല്ലോ ആയിട്ടുണ്ട്. ഇത് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് എഗ്സ് കൂടെ ബോയിൽ ചെയ്യാൻ വെച്ചു കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ ഞാൻ കോൺസ് എല്ലാം അവിടുന്ന് പറിച്ചെടുത്ത് വെച്ചു കേട്ടോ. അത് നല്ല ഈസി ആയിട്ട് പോരും. ഇത് വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ എഗ്ഗ് ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനായിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്രീം റെഡിയാക്കാനായിട്ട് നമുക്കിവിടെ ആദ്യം തന്നെ ബട്ടറാണ് വേണ്ടത്. ബട്ടർ ഒരു 2 tablespoon മതിയാവുമായിരിക്കും കേട്ടോ. അത് നന്നായിട്ട് ചൂടാക്കി പാനിലിട്ട് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ ഗാർലിക് നന്നായി ചോപ്പ് ചെയ്തത് ഇതിലോട്ടിട്ട് കൊടുത്തു. ഒരൊറ്റ അല്ലി ഗാർലിക്കേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമേ. അത് നന്നായി ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോഴേക്കും നമുക്കതിലോട്ട്, ഞാനിവിടെ ബേബീസിന് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ശരിക്കും നമുക്കിത് അഡൾട്ട്സിനായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മൈദ യൂസ് ചെയ്തുണ്ടാക്കിയാൽ നല്ലൊരു ടെക്സ്ചറും ഇതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോഴേക്കും അതിലേക്ക് നല്ല ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കുറച്ചൊരു പൗഡറിന് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അരിപ്പൊടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി അത് കുറുക്കിയെടുത്തു കേട്ടോ. അപ്പോൾ അത് കട്ടായിട്ട് വന്നു. അപ്പോൾ അത് കട്ടായി വരുന്നതിനനുസരിച്ച് നമുക്ക് അതിനെ കൺസിസ്റ്റൻസി റെഡിയാക്കാനായിട്ട് കുറച്ചുകൂടെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ കൺസിസ്റ്റൻസി റെഡിയാക്കാനായി മിൽക്ക് ഇട്ട് കൊടുത്ത് പൗഡർ ഇട്ട് കൊടുത്തു. അങ്ങനെ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെ ആയിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ലംസൊക്കെ വരും, ഇങ്ങനെ കട്ട പോലെയൊക്കെ കിടക്കും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അത് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അതിട്ട് കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് സോൾട്ട് കൂടെ ഇട്ട് കൊടുത്തു. ഇതിലോട്ട് പിന്നെ നമുക്ക് പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സ് എല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുട്ടിക്കായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സോൾട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ആക്ച്വലി ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി ഫുഡാണ് കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചറും കോണും എല്ലാം നല്ല ഹെൽത്തിയാണ്, ഉണ്ടാക്കാനും സിമ്പിളാണല്ലോ. അപ്പോൾ ഇതാ ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് നമ്മൾ ഇത് വെച്ചിട്ട് തവി വെച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ കണ്ടോ, അത് കൂടി ചേരുന്നത് കണ്ടോ, അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ ഈ ക്രീമിൻ്റെ. പിന്നെ അതിലോട്ട് ഞാൻ ആക്കി വെച്ചിരുന്ന കോൺ ആഡ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിലോട്ട് കണ്ടോ, ആ കോണിൻ്റെ മുകളിൽ കൂടെ ആ ക്രീമെല്ലാം നന്നായി പിടിഞ്ഞ് ആ ടെക്സ്ചർ നോക്കൂ, നല്ലൊരു ക്രീമി ടെക്സ്ചർ കണ്ടോ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറോ ചില്ലി ഫ്ലേക്സോ എന്ത് വേണമെങ്കിലും ഇതിലോട്ട് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗ് ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ ക്യൂബ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുകൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ഉണ്ണിയൊന്നും പൊടിയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ക്രീമൊക്കെ ജസ്റ്റ് അതുമല്ലൊന്ന് ടച്ച് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്രീമി കോൺ റെഡി ആയല്ലോ. സെർവ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ക്രീമി കോൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പൊന്നല്ല, നമുക്കൊരു കിഡ് മീലായിട്ട് വേണമെങ്കിൽ പറയാം. നല്ല കൺസിസ്റ്റൻസി നോക്കും അതിൻ്റെ. ഇപ്പോൾ ഞാനിത് റെഡി ആയിട്ട് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ ആൾ കണ്ടോ കഴിക്കുന്നതുണ്ടോ, അവൻ 10 month ഓൾഡാണ്. അവൻ നല്ല ഇഷ്ടമായിട്ടുണ്ട്, അവൻ നന്നായിട്ട് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. കൂടെ കമൻറ്റ് കൂടെ ചെയ്തേക്കാം. ഓക്കെ.